ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണം പ്രതീക്ഷിക്കണം. പറ്റുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ അനീഷിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് നിങ്ങളുടെ അനീഷിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. അനീഷിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വലിയ അബദ്ധങ്ങളൊന്നും പറ്റാതെ മര്യാദയ്ക്ക് അനീഷിനെ കൊണ്ട് അതിൻ്റെ അകത്ത് അവസാനം വരെ നിൽക്കാൻ പറ്റുമെങ്കിൽ അനീഷിന് സുഖമായിട്ട് പുട്ട പോലെ ടോപ്പ് 3 വരാൻ പറ്റും. ടോപ്പ് 3 എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ വിന്നറാവാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ നമുക്കതൊന്നും പറയാൻ പറ്റൂല, ഐ നോ ദാറ്റ്. എന്നാലും ഇതുവരെയുള്ളൊരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് മാത്രം പറയുന്നതാണ്. പക്ഷേ ഇതൊക്കെ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് അബദ്ധങ്ങളൊന്നും പറ്റരുത്. അല്ലെങ്കിൽ മര്യാദയ്ക്ക് അനീഷിനെ കൊണ്ട് അതിൻ്റെ അകത്ത് നിൽക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ അനീഷിനെ കൊണ്ട് പോസിബിൾ ആവുള്ളൂ. ഇത് ഞാൻ അനീഷിൻ്റെ കേസ് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് കോമണറായിട്ടാണല്ലോ അതിൻ്റെ അകത്ത് കയറി ചെന്നത്. ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പൊതുവെ വലിയ സപ്പോർട്ടൊന്നും അനീഷിന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഭയങ്കര വെറുപ്പിക്കലാണെന്നുള്ള വിമർശനങ്ങളായിരുന്നു അനീഷിന് നേരെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്ക് നൈസായിട്ട് സപ്പോർട്ടൊക്കെ കയറി വരാൻ തുടങ്ങി. ഭയങ്കര സപ്പോർട്ട് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് പക്ഷെ അനീഷിനെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു വിഷയം, ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളി പറഞ്ഞ കാര്യം, അത് വലിയൊരു അബദ്ധമാണ്. അത് പുള്ളി പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ പുള്ളി പറഞ്ഞു തുടങ്ങിയത് തന്നെ വലിയൊരു അബദ്ധമാണ്. മൂപ്പരുടെ കയ്യിൽ നിന്ന് പോയി, അത് പാളിപ്പോയി. ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ലെവല് ടോക്കായിപ്പോയി പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തുടങ്ങിയതേ പാളിച്ചയാണ് കേട്ടോ. ഡിവോഴ്സിനെ കുറിച്ച് പുള്ളി പറഞ്ഞു തുടങ്ങിയതേ പാളിച്ചയാണ്. ലോകത്തുള്ള എല്ലാവരുടെയും ഡിവോഴ്സ് ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞതൊന്നും തന്നെ പാളി. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ട ആളുകൾക്ക് പോലും പുള്ളി ആ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റിയിട്ടില്ല. വിമർശിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളി ഇപ്പോൾ ഒരു സപ്പോർട്ടേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള ഓരോ അബദ്ധങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മൂപ്പരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കിട്ടുന്നൊരു സപ്പോർട്ടേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ പറ്റാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോപ്പ് 3യും വിന്നറും ഒക്കെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന പരിപാടിയായിട്ട് മാറും. നേരെ മറിച്ച് ഈ ഒരു സംഗതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മൂപ്പര് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ഫാൻസിനെയൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ അതിൻ്റെ അത് മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. സുഖമായിട്ട് എന്താ പറയുക, കോമണർ എന്നുള്ള നിലയ്ക്ക് അനീഷിന് കപ്പം കൊണ്ട് പോകാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ടോപ്പ് 3യിലെങ്കിലും വരാൻ സാധിക്കും. എന്താ അറിയോ, ഞാനിത് അനീഷിൻ്റെ കേസ് ഞാനിങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതിൻ്റെ റീസൺ, ഇവിടെ അയാൾ തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് ഗെയിം. ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമാവുന്നില്ല, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അയാൾക്ക് സൗഹൃദവും വേണ്ട, ഒന്നും വേണ്ട. അതിൻ്റെ അകത്തുനിന്ന് അയാൾക്ക് അതിൻ്റെ അകത്ത് ഗെയിം കളിച്ച് മുമ്പോട്ട് പോയാൽ മതി. കപ്പ് എന്നുള്ളൊരു ലക്ഷ്യം മാത്രം വെച്ചിട്ടാണ് പുള്ളി അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു സംഗതി, അയാൾ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിന്ന് ആളുകളുടെ നിന്ന് ഒരു സിമ്പതി പിടിച്ചു പറ്റുക എന്ന് പറയുന്നൊരു പരിപാടി, അത് പുള്ളി ലക്ഷ്യം വെക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് മറ്റേ ഡയലോഗ് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയാൾ അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സൗഹൃദവും വേണ്ട, ആരായിട്ടൊരു ബന്ധം വെക്കാൻ താല്പര്യമില്ല എന്ന് അയാൾ പറയേണ്ട കാര്യമില്ലല്ലോ. അയാളത് പറഞ്ഞു. അപ്പം അയാളെ അവർ ഒറ്റപ്പെടുത്തിയാലേ ഉള്ളൂ. ഇയാൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമങ്ങളൊന്നും നടത്തുന്നൊന്നും ഇല്ല എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഒരു സിമ്പതി കൊണ്ട് ആളുകൾക്ക് അയാളോട് താല്പര്യം വരിക, അല്ലെങ്കിൽ അയാളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരോട് വിരോധവും ഇയാളോട് ആളുകൾക്ക് താല്പര്യവും കൂടുക, അങ്ങനെ ഒരു സാഹചര്യമല്ല. അയാൾ അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം എന്നുള്ള രീതിയിൽ കളിച്ച് മുമ്പോട്ട് പോയിട്ട് സപ്പോർട്ടേഴ്സിനെ ഉണ്ടാക്കുകയാണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷ് രക്ഷപ്പെട്ടു. നേരെ മറിച്ച് ഇതുപോലെയുള്ള മറ്റേ ഡിവോഴ്സിൻ്റെ കേസ് പുള്ളി അടിച്ച ഡയലോഗ് പോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ അടിച്ചുകൊണ്ട് ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സപ്പോർട്ടേഴ്സ് കുറഞ്ഞ് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരികയാണല്ലോ.
ലാലേട്ടൻ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ടാർഗറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അനീഷിന് അത്യാവശ്യം നല്ല സപ്പോർട്ട് വെളിയിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ ചരിത്രം. അത്യാവശ്യം നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഒന്ന് ടാർഗറ്റ് ചെയ്യും. അത് സർവൈവൽ ഗെയിം ആയതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെയും താണ്ടിയിട്ടൊക്കെ വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ അനീഷ് എന്തായാലും ബേജാറാവില്ല. അപ്പോൾ അനീഷിനെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ട് ലാലേട്ടൻ ആ ഒരു എക്സ്ട്രാ ഊക്കി വിട്ടാലും അനീഷ് മനസ്സിൽ എന്താ ചിന്തിക്കുക, ലാലേട്ടൻ വന്നു, എന്നെ ടാർഗറ്റ് ചെയ്തു, എൻ്റെ കുറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ചത്, അപ്പോൾ പുറത്ത് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ആണെന്നുള്ളത് പുള്ളിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പുള്ളി പതറാനോ അവിടെ തലകറങ്ങി വീഴാനോ ബേജാറാവാനോ നിൽക്കാൻ പോകുന്നില്ല. പുള്ളിക്ക് അതൊക്കെ ബോണസാണ്. ആര് വന്ന് ചീത്ത വിളിച്ചാലും തെറി വിളിച്ചാലും വന്നത് അല്ലെങ്കിലും അയാൾക്ക് വിഷയമേ അല്ല. കാരണം അയാളെല്ലാം റെഡി ആയിട്ട് ഓക്കെ ആയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അയാളെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് എനിക്കറിയില്ല ലാലേട്ടൻ വന്നിട്ട് അയാൾ ടാർഗറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു സംഗതി മുൻ ചരിത്രങ്ങൾ അങ്ങനെയാണ്. ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതിനെ താണ്ടി പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പിന്നെ ലാലേട്ടൻ വന്ന് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റേ അക്ബറൊക്കെ എന്ത് ചെയ്യണ്, ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കുന്നു, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് മൂപ്പര്. മറ്റേ തലോണ എടുത്ത് എറിഞ്ഞത് എനിക്ക് തീരെ പറ്റിയിട്ടില്ല കേട്ടാ. അത് അനീഷിന് നേരെ എന്നല്ല, ആരുടെ നേരെയാണെങ്കിലും മൂപ്പര് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മോശമാണ്. അനീഷ് ഒന്നല്ലെങ്കിലും 2 ദിവസം മുമ്പ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. പൊട്ടനല്ലല്ലോ അയാൾ. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് അയാൾ എന്താണ് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു സംഗതിയാണ് പുള്ളിക്ക് കിട്ടി. പുള്ളി തുടക്കം തൊട്ട് മിണ്ടാതെ ഇങ്ങോട്ട് ഇരുന്ന് റെസ്പോണ്ട് ചെയ്യാണ്ട് മിണ്ടാണ്ട് ഇങ്ങോട്ട് ഇരുന്ന് അയാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അയാൾ മിടുക്കനാണ്. അപ്പോൾ ഈ മണ്ടന്മാർക്കൊന്നും ഈ ടാസ്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ മൂഞ്ചി ഇവൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, അയാൾ ഉഷാറായി, അത്രയേ ഉള്ളൂ. അതിനുശേഷം കൊണ്ട് എല്ലാവരും കൂടിയിട്ട് അനീഷിൻ്റെ മെക്കട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോണു. എന്ത് കാര്യത്തിന് തലോണയൊക്കെ എടുത്തെറിയാൻ മാത്രം ദേഷ്യം അക്ബറിന്? അതൊക്കെ എന്ത് കാര്യത്തിനാണ്? തിരിച്ചൊന്നും പറയില്ല എന്നുള്ളൊരു സംഭവം വരുന്ന സമയത്ത് ആ ധൈര്യത്തിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു ഇവർ അനീഷിനെ സത്രമായിട്ട് കണ്ടിട്ട് നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പച്ചയ്ക്ക് ചോദിക്കണം, എന്താണ് അക്ബർ, എന്താണ് പനി, എന്താണ് നിങ്ങൾ അഭിലാഷ്, നിങ്ങളെന്താണ് ഇവരുടെയൊക്കെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്? അനീഷ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ഒരാളല്ലേ, എന്തിനാണ് മെക്കെട്ട് കയറാൻ വേണ്ടി പോയത്? എന്താണ് ഇതിന് മാത്രം ദേഷ്യം വരാൻ കാരണം? തിരിച്ചൊന്നും പറയില്ല എന്ന് വിചാരിച്ചിട്ടാണോ അനീഷിന് മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചോദിക്കുകയോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യില്ല. റിപ്പീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ബിഗ് ബോസിന് കണ്ടന്റ് കിട്ടില്ല. മനസ്സിലായ? അതാണ്, ബിഗ് ബോസിന് കണ്ടന്റ് കിട്ടില്ല. പിന്നെ എല്ലാവരും സൈലൻ്റ് ആവും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ നിൽക്കില്ല. അപ്പോൾ പുറത്ത് എന്താണെന്നുള്ളൊരു സംഗതി ഉള്ളിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നൊരവസ്ഥ വരും. അപ്പം അത് ചോദ്യം ചെയ്യുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചോദിക്കണം എന്നുള്ളതാണ് സംഗതി. ടാസ്ക് ചെയ്ത ഒരാൾക്ക് മെക്കെട്ട് കയറാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി ഈ പറഞ്ഞ അഭിലാഷിൻ്റെ ദേഷ്യം എന്തൊരു ദേഷ്യമാണ്. ഇതൊക്കെ ദേഷ്യപ്പെടാവോ? അഭിലാഷ്, ഞാനിപ്പോൾ ഈ പറഞ്ഞ അനീഷിൻ്റെ കേസിൽ മാത്രമല്ല പറയണം, പൊതുവേ അഭിലാഷിന് ഭയങ്കര ദേഷ്യമുണ്ട്. മറ്റേ ആര്യൻ ചിരിച്ചു എന്നുള്ള സംഗതി ആര്യൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റ് തന്നെയാണ്. ആര്യൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റ് തന്നെയാണ് ചിരിച്ചു എന്നുള്ളൊരു സംഭവം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് അഭിലാഷ് എന്തോ ഭയങ്കരമായിട്ട് ചൂടായി താട്ടി കയറി ബഹളം വെച്ച്. അതും ആര്യൻ്റെ അടുത്തും അല്ല ബഹളം വെച്ചത്, റെനയുടെ അടുത്തൊക്കെ പോയിട്ടാണ് ഇവർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കാൻ വേണ്ടി നിന്നത് എന്നുള്ളൊരു സംഭവമാണ്. ഒനിയലൊക്കെ എന്താണ് ആക്ച്വലി കാണിക്കുന്നത്? എന്ത് പരിപാടി കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒനിയൽ നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതിയെന്ന് ഒനിയൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഒനിയൽ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തണ്ടോ? ഒരു കാര്യവും തൃപ്തിപ്പെടുത്തുന്നില്ല. എവിടെ തൃപ്തിപ്പെടുത്തണം? ഭയങ്കര വെറുപ്പിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ മൂപ്പരൊക്കെ ടോക്സിക് ആയിട്ടുള്ള ലെവലിലാണ് ഓനിയലൊക്കെ അതിൻ്റെ അകത്ത് ബിഹേവ് ചെയ്യുന്നത്. ഭയങ്കര ടോക്സിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ഓനിയൽ. അയ്യേ, വായി തുറന്നു കഴിഞ്ഞാൽ ചീത്ത വിളിയും ബഹളമൊക്കെയാണ്. അപ്പം നമ്മളും ചീത്ത വിളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് നിൽക്കണമെങ്കിൽ ഒരു പരിധിയിലിടോ, കുറച്ചൊരു കോമൺ സെൻസ് വേണ്ടേ? ഇത് ഇങ്ങനെ വിളിക്കുകയോ കിടന്നിട്ട് എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്, ദേഷ്യം വരുന്നെന്നും പറഞ്ഞുകൊണ്ട്. ഈ റെന എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, മനസ്സിലായ? ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഓനിയലും ഒക്കെ ഈ റെനയുടെ അടുത്ത് അടിച്ച് കയറാൻ വേണ്ടി പോകുന്ന എന്ത് പറഞ്ഞാലും ചെറിയ കുട്ടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവും. എന്നാ ശരി, അത് ചെറിയ കുട്ടിയാണ്, ഓനിയൽ വലിയ കുട്ടിയല്ലേ, വലിയ കുട്ടിയുടേതായിട്ടുള്ള മെച്യൂരിറ്റി ഓനിയൽ കാണിക്കണ്ടേ? ഓനിയൽ അത് കാണിക്കുന്നുണ്ടോ? എവിടെ കാണിക്കണം? ഓനിയൽ അനാവശ്യ വർത്തമാനൊക്കെയാണ് ഇടയ്ക്ക് ഇരുന്നിട്ട് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ വന്നിട്ട് വാണിയേണ്ടത്. ഒനിയലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വാണിയണം.
ഈ അനാവശ്യമായിട്ട് ഓരോന്ന് വിളിച്ചു പറയുക, ചീത്ത വിളിക്കുക. ഈവൻ അക്ബറിൻ്റെ കേസിലാണെങ്കിലും ഓരോന്ന് വിളിച്ചു പറയുക, തലോണി എടുത്തിട്ട് എറിയുക. ഇതൊക്കെ ഇവർക്ക് ആരാണ് ഈ അധികാരം കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, തലോണിയൊക്കെ എടുത്തിട്ട് എറിയാനൊക്കെ? കഷ്ടമാണ്. ഇത്രേ പറയാനുള്ളൂ. ശരി.